ഓണ രുചികളിലെ 14-ാമത്തായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് പരിപ്പ് കറിയാണ്. കട്ടിപ്പരിപ്പ് കറി. ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്ന ഒരു പരിപ്പ് കറിയാണ്. അത്ര ഒഴിച്ച് കഴിക്കുന്ന രീതിയിലല്ല ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വന്നാലോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് 200 ml അളവുള്ള ഗ്ലാസ്സാണ്. അതിനൊരു ഗ്ലാസ് ചെറുപയർ പരിപ്പെടുത്ത് ഒരു പാനിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. വറുത്ത് വരുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും. ആ പരിവാകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി ആ കഴുകിയെടുത്ത പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എത്രയാണോ പരിപ്പെടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് വേണം വേവിക്കാൻ. ഞാൻ ഒരു ഗ്ലാസ് പരിപ്പിന് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് പരിപ്പ് വേവിച്ചെടുക്കാം. 4 വിസിൽ വരുന്നവരെയാണ് ഞാൻ വേവിച്ചെടുത്തത്. ഇനി അതിനുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടി അതിലേക്ക് 3-4 ചുമന്നുള്ളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇത്ര ഇട്ടിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരിക. നമ്മൾ വേവിച്ച പരിപ്പ് വേറൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തു. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് നേരം തിളപ്പിച്ച് ഈ പച്ച മണം, തേങ്ങയുടെ പച്ച രുചിയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മൾ 2-3 മിനിറ്റ് നേരം തിളപ്പിക്കണം. അപ്പോൾ പരിപ്പ് കറി തിളച്ചൊന്ന് കുറുകി രീതിയിലായി കിട്ടും. ആ പരിവാകുന്നത് വരെ നമ്മൾ തിളപ്പിക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കറി നന്നായിട്ട് കുറുകി സെറ്റായിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇരുന്നത് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂണോളം നെയ്യ് ഇത്ര ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പരിപ്പ് കറി റെഡിയായി. അപ്പോൾ ഈ പരിപ്പ് കറി കടുക് താളിക്കുന്നവരുണ്ട്, താളിക്കാത്തവരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടങ്ങളിലൊന്നും കടുക് താളിക്കാറില്ല. കട്ടിപ്പരിപ്പ് കറിയായിട്ടാണ് ഇത് വിളമ്പാറ്. അപ്പോൾ ഈ പരിപ്പ് കറി ഇഷ്ടമുള്ളവർ ഇത്തവണ ഓണസദ്യക്ക് ഉറപ്പായിട്ട് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്ത ഓണവിഭവമായിട്ട് നാളെ കാണാം. താങ്ക് യു.